നമസ്കാരം. വരാപ്പുഴ അതിരൂപതയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ കേരള വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ അറ്റ് ലൂർദ് എന്ന പരിപാടിയിൽ വന്ധ്യതാ ചികിത്സ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് എറണാകുളം ലൂർദ് ആശുപത്രിയിലെ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ചൈത്രയാണ്. മാഡത്തെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീട്ടിൽ കുട്ടികൾ വേണമെന്ന ആഗ്രഹമില്ലാത്തവർ ആരാണുള്ളത്? ഒരുപക്ഷെ ഒരു വീടിന്റെ സന്തോഷം തന്നെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ സന്തോഷം തന്നെ ആ വീട്ടിലെ കുട്ടികളാണ്. എന്നാൽ കല്യാണത്തിന് ശേഷം വർഷങ്ങളോളം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന അനേകം ദമ്പതികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് കൊറോണ എന്ന മഹാമാരി ലോകം മൊത്തം കീഴടക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വന്ധ്യതാ ചികിത്സയിലും ഗർഭധാരണത്തിലുമെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് നമുക്ക് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യാം. ഡോക്ടർ ആദ്യം തന്നെ ചോദിച്ചോട്ടെ, എന്താണ് ഈ വന്ധ്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു പ്രശ്നത്തിന്റെ തീവ്രത എത്രമാത്രമാണ്? ഡോക്ടർ ദേവകി പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മൾ ഈ ടോപ്പിക് ഫെർട്ടിലിറ്റി ഇൻ ദ എയർ ഓഫ് COVID-19 എത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ആസ് ദ വേൾഡ് ഇസ് പ്രോഗ്രസിങ്, ആസ് മോഡേണൈസേഷൻ, അർബനൈസേഷൻ അങ്ങനെ ഡെവലപ്പ് ആവുന്നതോട് നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഓഫ് ദ കപ്പിൾ ഈസ് ഡിക്ലൈനിങ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതും വിത്ത് ദ എഫക്ട് ഓഫ് പാൻഡമിക് എത്രത്തോളം അതിന്റെ എഫക്റ്റ് ഉണ്ടെന്ന് അറിയാനാണ്, ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വന്ധ്യത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കപ്പിൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ വിത്തിൻ 1 year 80% ഓഫ് ദ കപ്പിൾ വിൽ കൺസീവ്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ, നാച്ചുറലി അത് ആയിട്ടില്ലെങ്കിൽ 80% ഓഫ് ദ ടൈംസ് ഇഫ് ദേ ഹാവ് നോട്ട് കൺസീവ്ഡ്, ദെൻ വി ഹാവ് ടു എവാലുവേറ്റ് ദം ആൻഡ് ഗീവ് സം മോർ ടൈം ടു കൺസീവ്. ആ കൺസെപ്ഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ അവരെ ഇൻഫെർട്ടൈൽ കപ്പിൾ എന്ന് ഒരു കാറ്റഗറൈസ് ചെയ്യുന്നു. That is such a depressing and anxious state for the couple, even though it is a non-emergent or a non-urgent medical situation. Still, for our infertile couples na ariyam adu etrathol avarke adu baadikkunnundu, etrathol avarke adu problematic aanennu. So we can't keep it aside completely. So there are a few suggestions for these couple, like how should they go about in this pandemic era, and what are the rules and regulations, what are the guidelines saying about it. So as we discussed, adinte kaaranangal endanu vecha, so infertile couple ine kaaranangal mikavaru oru 50% of the time adu penkuttinte problem aayirikam, 50% time aankuttinte problem aayirikam. So nammala reproductive tract ennu parnal it's usually ഒരു കൺസെപ്ഷൻ നടക്കാൻ ഒരു അണ്ട പിന്നെ ഒരു സ്പേം അതിന്റെ ഇംപ്ലാന്റേഷൻ നടക്കണം, അതിന്റെ ഫ്യൂഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ നടക്കണം. സോ there is a tract, reproductive tract, wherein the ova has to travel throughout the fallopian tube and reach the endometrium. At the same time, the sperm has to travel throughout the fallopian tube, and then there will be a fusion and then followed by implantation. ഈ പ്രോസസ്സിന് ഇടയിൽ എവിടെയെങ്കിലും പ്രോബ്ലം കണ്ട് ആ കൺസെപ്ഷൻ നടക്കത്തില്ല, പ്രഗ്നൻസി ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല ആൻഡ് കണ്ടിന്യൂറ്റി നടക്കത്തില്ല. അതിനാണ് നമ്മൾ കോസസ് ഡിപ്പെൻഡിങ് ഓൺ ദിസ് വി കോൾ ദർ മൾട്ടിപ്പിൾ കോസസ് ഫോർ ദിസ് ഇൻഫെർട്ടിലിറ്റി. Majority of the time, 50 to 60% of the time in the female it is anovulatory, means അണ്ടർ റിലീസ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ അത് അണ്ടർ റിലീസ് ആവാനുള്ള ഹെൽപ്പ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ ചില ആൾക്കാർക്ക് 40% ഓഫ് ദ ടൈം ഇറ്റ്സ് എ ബ്ലോക്ക്, ട്യൂബൽ ബ്ലോക്ക് ആയിരിക്കാം, സർവൈക്കൽ ഓപ്പണിംഗ് ബ്ലോക്ക് ആയിരിക്കാം, ഇല്ല യൂട്രസിന് ഇടയിൽ എന്തെങ്കിലും ഫൈബ്രോയിഡ് നിൽക്കുന്നത് കൊണ്ട് അവിടെ സ്പേമിന്റെ മോട്ടിലിറ്റി ഹാമ്പർ ആയിരിക്കാം, ഇല്ല ആഫ്റ്റർ ഫ്യൂഷൻ ദ എംബ്രിയോ വരുന്ന നേരത്തെ അവിടെ ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ട് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടാവില്ല. സോ ഇതാണ് നമ്മൾ causes for this infertility. These are the pathological causes for infertility. നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഡിസ്കഷനിന്റെ ടോപ്പിക്കാണ് ഈ നോൺ pathological cause. What are the psychological and the disturbing features of because of the lifestyle diseases we are facing, the stress, the lifestyle diseases, the physiological and the pathological, other than pathological conditions which are causing this type of problem. നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ മെക്കാനിസം ഓഫ് റിപ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ there is something called the neuroendocrine milieu of the endometrium and the balance between the brain and the endometrium in simple terms.
So which has to be maintained. That is being hampered by our modern lifestyle. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഈ സ്ട്രെസ്സിൻ്റെയും ഈ distance traveling and also the because of the fast lifestyle, because of the fast food style, because of the fast type of other things what we are doing regularly, which is getting affected. ഡോക്ടർ, ഈ വന്ധ്യതയ്ക്ക് പല പല കാരണങ്ങളുണ്ടെന്ന് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ. ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്തെല്ലാം ടെസ്റ്റിങ്ങാണ് നമുക്ക് ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആയിട്ട്? ഡെഫിനറ്റ്ലി. സോ നമ്മൾ പറയുന്നത് മെയിൻലി ഞാൻ ഓൾറെഡി പറഞ്ഞ രീതിയിൽ 50% ഓഫ് ദ ടൈം ഇത് ഫീമെയിൽ റിലേറ്റഡ് ആയിരിക്കാം, 40-50% ഓഫ് ദ ടൈം മെയിൽ റിലേറ്റഡ് പ്രോബ്ലം കൊണ്ടായിരിക്കാം ഇവിടെ ഇൻഫെർട്ടിലിറ്റി കാണുന്നത്. സോ ഈ നമ്മൾ യൂഷ്വലി ബോത്ത് കപ്പിൾ, ഫീമെയിൽ ആൻഡ് മെയിൽ കപ്പിൾ ഒന്നിച്ച്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് വന്നിട്ട് they have to come as a couple for the clinic to evaluate and പറയുന്നത്, so that we can talk to them openly and do take a proper history, clinical background history correct ആയിട്ട് എടുത്താലേ നമ്മൾ ഫോർവേഡ് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈക്ക് is there a problem in the together cohabitation problem ആണോ, ഇല്ല is there a pathological condition because of the female or the male. രണ്ടുപേരും ഒന്നിച്ച് വരുമ്പോൾ first thing what we do is we will talk to them and ask them whether they are having any issues, whether it can be social, religious or the other than scientific causes, economical issues. There are multiple issues which has angle in this infertility, so which has to be spoken of and which has to be taken care. So in this era of pandemic, if we have a difficulty in going to a clinic, നമുക്ക് ഹോസ്പിറ്റൽ പോകാൻ പറ്റത്തില്ല, ക്ലിനിക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കോൾ അപ്പ് ദ ഡോക്ടർ വിച്ച് യു ആർ കൺസേൺ വിത്ത് ആൻഡ് ടോക്ക് ടു ദം ആൻഡ് ഹാവ് ദ ഡിസ്കഷൻ. ഐദർ ടെലിഹെൽത്ത് ഓർ ടെലിമെഡിസിന് കൂടെ ആയാലും നേരിട്ട് സംസാരിക്കണം. എന്നിട്ട് ആഫ്റ്റർ വർക്കിംഗ് വി subject them to certain tests. First we do a basic test like female examination അല്ലാത്ത ഒരു അൾട്രാസൗണ്ട് ചെയ്താൽ നമുക്ക് മിക്കവാറും ഒരു 50% to 60% പറയാം എന്തെങ്കിലും വേറെ കണ്ടീഷൻസ് ഉണ്ടോയെന്ന്. അല്ലാത്ത ചില ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ലൈക്ക് സീരം, ആന്റിമുലേറിയൻ ഹോർമോൺ, ഹീമോഗ്രാം, ബേസിക് ബ്ലഡ് ടെസ്റ്റ് അല്ലാത്ത സീരം AMH ഒക്കെ ചെയ്യും. ദിസ് വിൽ ടെൽ us whether the ovarian reserve, ovarian ഫംഗ്ഷൻ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഡിമിനിഷ് ആയിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. സെക്കൻഡ് തിങ് ഇസ് those are the female related. Male related varumba we do what is called a semen analysis. In this we see the counts, we see the quality, we see the motility. As I told you, once the semen is deposited, I think the movement should be quite good enough, like 40-50% of the time they should be progressively motile in a body. Within few seconds they reach the ova and they fertilize the egg to form an embryo. Fertilization nadakkanulla capacity ഈ സെമനിൽ ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. It's a simple test, outpatient test ആണ്. And all these things in this era, in this time when you are having a hospital varam pattinillengi kuda, you can collect at home. The sample can be collected at home within half an hour. If you can reach the laboratory and deposit in the lab, it can be tested. So please maintain all the follow all the rules and regulations given by the local governments and the national governments for social distancing. Adinte oppam nammal ee test okke nadthan pattu. So as we all know, COVID-19 is going to stay with us for a pretty long time. So we can't postpone certain treatments or these things, even though it is a non-emergent condition, but it cannot be postponed for a long time. As we all know, it's going to stay with us for a few years or months. We can't predict it. So taking all the precautions and little modifications, we can continue treating the fertility treatments to some extent. അതുപോലെ തന്നെ ഇപ്പം സാധാരണ രീതിയിൽ ഗർഭിണിയാകുന്നില്ല എന്ന് അറിയുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് പൊതുവെ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ടല്ലോ. ഇങ്ങനെ ഇതൊരു പക്ഷേ എനിക്കൊന്ന് വന്ധ്യതയെ തന്നെ സാരമായി ബാധിക്കാം, പ്രശ്നം കൂടുതലാക്കാനേ ഇത് സഹായിക്കുള്ളൂ, ഈ ഒരു ഉത്കണ്ഠയും ടെൻഷനും എല്ലാം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഈ ഒരു ഉത്കണ്ഠ കുറയ്ക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ നിർദ്ദേശിക്കാനുണ്ടോ ഡോക്ടർ? Definitely there are certain conditions, like as I told you, ova release avunnilla, ovulation nadakkunnilla. That's one of the most common condition for infertility. So anovulatory cycles in the most common condition aanu polycystic ovaries ennu nammal ippo കാണുന്നത്, especially from in the adolescent and reproductive age group. So why there is anovulatory cycles? That is mainly because the hormonal balance is lost. It's also mainly because of
obesity. It can be mainly a certain amount of genetic issues are also there in that. But what we can modifiable risk factors in this polycystic ovaries and anovulatory life cycles are something like weight reduction, which they have to follow. Then diabetes illa pre-diabetic ullavar, they have to control their sugars. Then we have to do a regular exercise. The regular 30 to 40 minutes of exercise will help them in weight reduction and also in ovulation. That's very important for the fertility part of the treatment. So na parna readily exercise, meditation, stress relief classes or stress relief whatever you are doing at home, either by listening to the music or by doing a meditation or by doing exercise or by doing now നമ്മുടെ ക്ലാസ്സസിൽ നമ്മൾ പേഷ്യൻസ് ഒക്കെ പറഞ്ഞത് you can at least do half an hour of either brisk swimming or brisk walking or even a skipping we call. സമയം കിട്ടുന്നില്ല പുറത്ത് പോകാനെന്ന് പറയുമ്പോൾ you can do at least half an hour skipping at home, which will help you in keeping you fit. So that is what is going to help you in the long term, and especially in this ovulation related fertility problems. ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. വേറെ ജീവിതശൈലിന്റെ ഫാസ്റ്റ് ഫുഡ് ഇതെല്ലാം ഒരു കാരണമാണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ഇതിൽ വേറെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഡോക്ടർ? ലൈഫ് സ്റ്റൈലിന് നമ്മൾ ഓൾറെഡി പറഞ്ഞ രീതിയിൽ മെയിൻലി വെയിറ്റ് കുറയ്ക്കണം. ഒബേസിറ്റി ഉള്ളവർക്കും പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ളവരും വെയിറ്റ് കുറയ്ക്കണം. ഇല്ല മിക്കവാറും ചില ആൾക്കാർ ഞാൻ അത്ര വെയിറ്റ് ഒന്നും ഇല്ല ഡോക്ടർ, ഷുഡ് ഐ എക്സസൈസ്? ഡെഫിനറ്റ്ലി യു ഷുഡ് സ്റ്റിൽ ഗോ ഫോർ എക്സസൈസ്. Only then it will be useful. And also, as you mentioned clearly, junk food or fast food എടുക്കുമ്പോൾ കൂടെ we will think, oh, one ice cream or one cake, one pastry I'm going to eat, അതൊന്നും പ്രശ്നം ഉണ്ടാക്കത്തില്ല. നമ്മൾ how is it indirectly related to fertility? പക്ഷേ ഡെഫിനറ്റ്ലി that will add on to the calories. So നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ അന്നത്തെ കാലറീസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ബേൺ ചെയ്യുന്ന രീതിയിൽ ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവണം. പിന്നെ ഡോക്ടർ ദേവകി സ്ട്രെസ് ചെയ്ത രീതിയിൽ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മെയിൻ ഫാക്ടർ എടുക്കുമ്പോൾ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ and sleep deprivation. These are the few things which is seen more commonly in the younger generations, especially in this generation. So ഈ ഹാബിറ്റ് ഫോമിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്മോക്കിംഗ് ഓർ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ, it has to be reduced gradually, and also high amount of caffeine intake, which is commonly seen. ചായ ആയാലും 5-6 ഗ്ലാസ്, ചിലപ്പം 12 glasses also comes in, especially in our part of country. അതിന് കൂടെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. പിന്നെ as I told you, sleep deprivation is one thing I forgot to mention. Because of the night call center jobs or because of night duties being attended, a minimum 6 to 8 hours of sleep is very important for the hypothalamo-pituitary axis to be functioning in a normal, good manner, to have a healthy lifestyle, including the healthy reproductive system organs. So that has to be taken care of. ഇപ്പം പറഞ്ഞത് കൂടാതെ വന്ധ്യതയുടെ വേറെ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ് ഡോക്ടർ? ദേവകിന് ഒരു കാര്യം പറയട്ടെ. See, as I mentioned, the incidence is seen in 20 to 30%. Our 30%, most of them are treatable. 80 to 85% of the couple can be treated without definitive scientific medical intervention. Medicines or surgical intervention onnu vendathe. Just by lifestyle modification or proper counseling, as we call in scientific, with sexual counseling, മൂലക തന്നെ നമ്മൾ അതിനെ ശരിയാക്കാൻ പറ്റും. So 80% of them അവർ നമുക്ക് ചെറിയ കൗൺസിലിംഗ് മൂലക we can make them conceive. So rest 10 to 15% are the ones who need advanced or assisted reproductive techniques, which is a totally different topic which we are not covering today. We are just dealing with the natural things which is needed. ഡോക്ടർ, ഇനിയും ഡോക്ടർ ലൂർദിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും.
Lourdes Hospital, the most trusted brand in healthcare. ഡോക്ടർ ലൂർദിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നത് വന്ധ്യതയുടെ ചികിത്സാ രീതികളെ കുറിച്ചായിരുന്നു. ഇതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് ഡോക്ടർ ഇതിന്? അത് ആവശ്യമുള്ളത് ആർക്കൊക്കെയാണ്? അതിനുള്ള സക്സസ് റേറ്റ് എന്തുമാത്രമാണ്? പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത ഇതൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ ഡിസ്കസ് ചെയ്ത രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ കപ്പിള് വിത്തിൻ 1 year കൺസെപ്ഷൻ വിത്തൗട്ട് എനി കോൺട്രാസെപ്ഷൻ ആവുന്നില്ലെങ്കിൽ they have to come to us. Please come to us. And അവർ ഇല്ലെങ്കിൽ PCOS ഉള്ള ആൾക്കാർക്ക്, ഇല്ല ഓൾറെഡി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയുന്ന ആൾക്കാർക്ക്, ഇല്ല ഫാമിലി ഹിസ്റ്ററി ഓഫ് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർ വിത്തിൻ 6 months ഒരു ഗൈനക്കോളജിസ്റ്റിനെ വിസിറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് യൂഷ്വലി പറഞ്ഞ രീതിയിൽ ഒരു അൾട്രാസൗണ്ട്, ബേസിക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കും. ചില ആൾക്കാർക്ക് മിക്കവാറും 80% ഓഫ് ദ ടൈം ചില കൗൺസിലിംഗ് ഇഷ്യൂസ് കൊണ്ട് അത് മാറ്റങ്ങൾ വരും. അല്ലാത്ത ആൾക്കാർക്കാണ് നമ്മൾ ചെറിയ ചെറിയ മെഡിസിൻസ്, എന്താ മെഡിസിൻസ്, ചിലപ്പം അത് ഒരു വൈറ്റമിൻ ഗുളിക ആയിരിക്കാം, ഇംബാലൻസ് ഇല്ല വെയിറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് അത് ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ഒത്തിരി കുറവുണ്ടെങ്കിൽ കൂടെ കൺസപ്ഷൻ റേറ്റ് കുറവാണ്, ഒത്തിരി ഹൈ ഉണ്ടെങ്കിൽ കൂടെ കൺസപ്ഷൻ റേറ്റ് കുറവാണ്. സോ ഇൻ ബോത്ത് ദ സൈഡ്സ് വി ഹാവ് ടു ട്രീറ്റ് ദം either by medical management or by physical activities. Second thing, അവർക്ക് ചിലപ്പം ഈ ഷുഗർ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം കൺസപ്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷുഗർ കൺട്രോളിൻ്റെ ചെയ്ത് തരും. ഇല്ല തൈറോയ്ഡ് ഇഷ്യൂസ് കൊണ്ട് ചിലപ്പം കൺസപ്ഷൻ നടക്കും, തൈറോയ്ഡ് കറക്ഷൻ മെഡിസിൻസ് ആക്കി കൊടുക്കേണ്ടി വരും. പ്രൊലാക്റ്റിനോമ എന്ന ഒരു സിറ്റുവേഷൻ, ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ കാണുമ്പോൾ കൂടെ നമ്മൾക്ക് ആനുവുലേഷൻ, ആ സമയത്ത് ഓവുലേഷൻ നടക്കത്തില്ല, അണ്ടാശയത്തിൻ്റെ അണ്ടർ റിലീസ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് വി ഹാവ് ടു കറക്റ്റ് ദ പ്രൊലാക്റ്റിൻ. ഈ മെഡിസിൻസ് ആണ് യൂഷ്വലി സപ്ലിമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് ദാറ്റ് ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, അത് നമ്മൾ അണ്ടാശയത്തിൽ എല്ലാ മാസം ഒരു 14th day അറൗണ്ട് ഓഫ് ദ സൈക്കിൾ, 30 days സൈക്കിൾ ഉണ്ടെങ്കിൽ 14th day ഒരു എഗ് റിലീസ് ആവും. ആ റിലീസ് നടക്കുന്നില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഒരു ചെറിയ ഓവുലേഷൻ ഇൻഡക്ഷൻ മെഡിസിൻസ് കൊടുക്കും. അത് 50% ഓഫ് ദ ടൈംസ് ഇറ്റ് വിൽ help in release, and another out of 50%, usually 30 to 40% ആണ് conception rate. So basically what you have to understand is ഒരു healthy couple, physically, mentally and socially healthy couple can have a conception rate of around 15 to 20% in natural cycles. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മാസം ഇല്ല 2 മാസം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ആയില്ല എന്ന് ഓടി ധൃതി പേടിച്ചിട്ട് ഓടാൻ ആവശ്യമില്ല. ഓൺലി ദ കൺസെപ്ഷൻ റേറ്റ് ഇസ് 15 to 20. നമ്മളത് സയന്റിഫിക്കലി ഫീക്കൻഡിറ്റി എന്ന് പറയും, ദ കപ്പാസിറ്റി ടു കൺസീവ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം പെൺകുട്ടികളെ പ്രായമായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഇവർ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എങ്ങനെ ഇല്ല കൺസെപ്ഷൻ. Any girl who is below 30 years is having a good fertility. 30 to 35 ഒരു ബോർഡർ ലൈൻ ആണ്. സോ ചില ആൾക്കാർ ലേറ്റ് മാരേജസ്, ഇറ്റ്സ് വൺ ഓഫ് ദ അപ്കമിങ് ഇഷ്യൂസ് ബിക്കോസ് ഓഫ് ദ കരിയർ ചാൻസസ് ആൻഡ് ബിക്കോസ് ഓഫ് ദ മൾട്ടിപ്പിൾ റീസൺസ്. ലേറ്റ് മാരേജസ് ആകുമ്പോഴാണ് പെൺകുട്ടികളുടെ പ്രായം ഒത്തിരി ലേറ്റായിട്ട് വരുമ്പോഴാണ് റിപ്രൊഡക്റ്റീവ് ഇഷ്യൂസ് കാണുന്നത്. ആ സമയത്ത് കൂടെ ദേ ഷുഡ് കൺസൾട്ട് ദ ഗൈനക്കോളജിസ്റ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. ബിക്കോസ് പ്രായം കൂടുമ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റി ഫീക്കൻഡിറ്റി മാത്രം കുറയത്തില്ല, അതിൻ്റെ കൂടെ പല പ്രശ്നങ്ങൾ ലൈക്ക് മുഴ ആയാലും ഫൈബ്രോയിഡ്സ് ആയാലും എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഇങ്ങനെ പെത്തോളജിക്കൽ കണ്ടീഷൻസ് ഇൻ ദ പെൽവിസ് കൂടെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രായമുള്ള റിപ്രൊഡക്റ്റീവ് കപ്പിൾ കൂടെ ദേ ഷുഡ് കം ടു ദ ക്ലിനിക് early. എന്നിട്ട് there are medicines which can help you in having പ്രോപ്പർ കോഹാബിറ്റേഷൻ ഓൾസോ ആവുന്നില്ല എന്ന രീതിയിലുണ്ടെങ്കിൽ കൂടെ അവർക്ക് മെഡിസിൻസ് ഇല്ല, കൗണ്ട് ഇംപ്രൂവ് ചെയ്യുന്ന മെഡിസിൻസ് ആയ വി ആർ വൺസ് വിച്ച് ആർ യൂസിങ്. സോ എസ്പെഷ്യലി കൗണ്ട് കുറവുള്ളതാണ് മോസ്റ്റ് കോമൺ കണ്ടീഷൻ ഇൻ മെയിൽ ഇൻഫെർട്ടിലിറ്റി. അതിനെ ഞാൻ പറഞ്ഞത് ലൈഫ് സ്റ്റൈലായിട്ട് സ്മോക്കിംഗ്, ആൽക്കഹോൾ, കോഫി, കെഫീൻ മാത്രമല്ലാതെ ദേ ഷുഡ് യൂസ് ഹൈ ആൻറ്റോക്സിഡൻസ് ഉള്ള ഫ്രൂട്ട്സും പിന്നെ മിനറൽസ് കൂടുതൽ നന്നായിട്ട് റിച്ച് ഉള്ള ഡയറ്റാണ് വേണ്ടത്. അത് മാത്രം. സോ സം ഓക്യുപ്പേഷൻസ് ഓൾസോ ഹാവ് എ പ്രോബ്ലം ഫോർ ദ മെയിൽ കൗണ്ട്, ലൈക്ക് കൂടുതൽ ട്രാവലിംഗ് ഉള്ള ആൾക്കാർ, നൈറ്റ് ജേർണീസ്, ലോങ് ജേർണീസ് ഉള്ള ആൾക്കാർ, ബിക്കോസ് ഓഫ് ദ ഹീറ്റ് എൻവോൺമെന്റ് ജനറേറ്റഡ് ദർ വിൽ ബി ലെസ് amount of spermatogenesis. So in that situation also we have to counsel them, and some amount of rehabilitation will help them in definitely having a good count.
ആൻഡ് യൂഷ്വലി ഇറ്റ് വിൽ ബി ടേക്കൺ ഫോർ 2 to 3 months നമുക്ക് ഈ മെഡിസിൻസ് യൂസ് ചെയ്യേണ്ടി വരാം. അപ്പോഴാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ കൗണ്ട്സ് കൂടിയോ ഇല്ല ക്വാളിറ്റി കൂടിയോ എന്ന് മനസ്സിലാവത്തുള്ളൂ. മൾട്ടി വൈറ്റമിൻസ് ആൻഡ് ഇനോസിറ്റോൾ ഡെറിവേറ്റീവ്സ് ഇങ്ങനെ ലൈക്കോപ്പീൻ, കോസം, ക്യൂ ഇങ്ങനെ കുറേ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ദീസ് ആർ ഓൾ ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി ടേക്കൺ ഫ്രം natural resources like tomato, papaya and this red fruits, what we call the antioxidants. So please improve your life food eating habits. That is also going to be useful. വന്ധ്യതയുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ, പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ്, ഇതെല്ലാം ഡോക്ടർ സംസാരിച്ചു. ഇനി ഒരു പടി ഉയർന്ന സർജറി ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് വന്ധ്യതയ്ക്ക് നമുക്ക് നൽകാൻ കഴിയുന്നത്? അത് വേണ്ടി വരുന്നത് ആർക്കൊക്കെയാണ്? എല്ലാവർക്കും സർജറിയുടെ ആവശ്യം വരാറില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലൈക്ക് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ട്രാക്റ്റിൽ എവിടെയെങ്കിലും പെത്തോളജിക്കൽ കോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈബ്രോയിഡ് കണ്ടാലോ ഇല്ല വലിയ ചോക്ലേറ്റ് സിസ്റ്റ് ഒരു 5-6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സിസ്റ്റ് കണ്ടാലോ ഇല്ല അഡിനോമയോട്ടിക് യൂട്രസ് ആണ്, ഇറ്റ് ഈസ് നോട്ട് ഏബിൾ, ഇറ്റ് ഈസ് സോ ബിഗ് എനഫ് ദാറ്റ് ദർ ഇസ് നോ സ്പേസ് ടു put the implanted embryo implantation നടക്കാവുന്ന ഒരു പോളിപ്പോ അങ്ങനെ ചെറിയ പ്രോബ്ലം തൊട്ട് വലിയ പ്രോബ്ലംസ് ട്യൂബൽ ബ്ലോക്ക് ആയിരിക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടി വരാമെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ മിക്കവാറും ഇൻഫെർട്ടിലിറ്റിയിൽ ഇറ്റ് വിൽ ബി എ കീഹോൾ സർജറി, കീഹോൾ ദ്വാരമായിട്ട് നമ്മൾ ആ ഫൈബ്രോയിഡിനെ എടുത്തു കൊടുക്കും, ഇല്ല സിസ്റ്റിനെ എടുത്തു കൊടുക്കും, ഇല്ല നമ്മൾ ആ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ യൂട്രസിന് ഉള്ളിൽ കൂടെ ഒരു ചെറിയ ട്യൂബ് പാസ് ചെയ്തിട്ട് ആ ബ്ലോക്കേഷനെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദിസ് ദ എംബ്രിയോ ഇസ് സ്മൂത്ത് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഇസ് ഹാപ്പണിങ്. ഇതാണ് യൂഷ്വലി സർജിക്കൽ റോൾ ഇവിടേക്ക് വേണ്ടി വരും. മിക്കവാറും നമ്മൾ ഒരു ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോ ലാപ്രോസ്കോപ്പി എന്ന് പറയും ഇൻഫെർട്ടിലിറ്റിയിൽ. അത് ആവശ്യം വരുന്നത് ഒരു 3 to 4 സൈക്കിൾസ് നമ്മൾ ഈ ടാബ്ലറ്റ്സ് കൊണ്ട് ട്രൈ ചെയ്യും. ആദ്യം ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് 14th ഡേ എഗ് റിലീസ് നടക്കുന്നുണ്ടോ ഇല്ലോ എന്നൊന്ന് സ്കാൻ ചെയ്തിട്ട് നോക്കും. നമ്മൾ ഈ സമയത്ത് മീൻസ് ഇങ്ങനെ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടോ, കോവിഡ് ഉണ്ടല്ലോ, ഡോക്ടർ വരണോ ഹോസ്പിറ്റലിൽ, ഞങ്ങളെ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വി ഹാവ് ടു ലീവ് വിത്ത് ഇറ്റ്. സോ ഫോർ ദീസ് ആർ ഓൾ കൺസിഡേർഡ് ആസ് not advanced type of treatment, or these are all the basic treatment for the infertile couple, so which can be done even now. ആ സമയത്ത് നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ കൂടെ ഒത്തിരി പ്രിക്കോഷൻസ് ആയിട്ട് all the safety measures as suggested by the government, like മാസ്ക് ഇടണം, ഫേസ് മാസ്ക് ഇടണം, ഷീൽഡ്, പിന്നെ ഡബിൾ ഗ്ലൗസ് ആൻഡ് ഡിസ്റ്റൻസിങ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പ്രിക്കോഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അങ്ങനെ മോണിറ്റർ ചെയ്തിട്ട് എഗ് റിലീസ് ആവുന്നില്ല, 3 to 4 സൈക്കിൾസ് നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടും ടാബ്ലറ്റ്സ് കൊടുത്തിട്ടും എഗ് റിലീസ് ആവുന്നില്ല, എഗ് റിലീസ് ആയിട്ട് കൺസെപ്ഷൻ ഒരു ആകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു 6 months 6 സൈക്കിൾസ് നമ്മളിങ്ങനെ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യും. മാക്സിമം വിൽ വെയിറ്റ് ഫോർ 1 year of this treatment. After that we have to go in and see what is the exact pathology, is there any definitive other things which are not being detected by scanning or 80% of the things മനസ്സിലാവും. ട്യൂബൽ ടെസ്റ്റ് എന്ന ചെയ്യും നമ്മൾ ഒരു HSG ഹിസ്റ്റോസാൽപിംഗോഗ്രാം ചെയ്ത് നോക്കിയിട്ട് ട്യൂബ്സും ഓപ്പൺ ആണ്, എന്നിട്ട് എഗ് റിലീസ് സ്റ്റാൻഡേർഡ്സ് എടുത്തിട്ട് ആവുന്നില്ല എന്ന് പറയുന്ന കാലത്തിലാണ് നമ്മളിത് അൺഎക്സ്പ്ലെയിൻഡ് ഓർ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഇല്ല those causes which are being missed can be detected by DHI. അത് മെയിൻലി നമ്മൾ ഡയഗ്നോസിസ് ഹിസ്റ്റോലാപ്രോസ്കോപ്പി കമ്പൈൻ ചെയ്ത് സം pathological indication is there, ലൈക്ക് ഒരു ചെറിയ പോളിപ്പായിട്ട് സ്കാനിങ്ങിൽ കാണുന്നുണ്ട് ഒരു 1 സെൻറ്റിമീറ്ററിന്, ഇല്ലെങ്കിൽ ഒരു സസ്പീഷ്യൻ HSG ചെയ്തപ്പോൾ ഒരു ട്യൂബിൽ പാർഷ്യൽ ബ്ലോക്ക് ആണോ എന്നൊരു സസ്പിഷൻ ഉണ്ട്, ഇല്ല ഒരു ഫൈബ്രോയിഡ് ആണ്, ഇറ്റ് ഈസ് ഇൻ ദ കോർണർ, മീൻസ് എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദ ട്രാൻസ്മിഷൻ ഓഫ് ദിസ് ഫെർട്ടിലൈസ്ഡ് ഓവ. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് we combine the diagnostic laparoscopy or hysteroscopy with the definitive treatment ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന. ഇതാണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ യൂഷ്വലി ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടത്. അല്ലാത്ത നമ്മൾ അതർ ആസ്പെക്ട് ഇസ് ART. So ART is as I told you is definitely an advanced type of treatment. So that is required only in 10 to 15% of the times where there is grossly diminished ovarian reserve ഒത്തിരി കുറഞ്ഞിട്ടുണ്ടാവും, ഇല്ല സ്പെർം ഒത്തിരി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് നാച്ചുറൽ മെത്തേഡ്സ് ആയിട്ട് കിട്ടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴാണ് IVF-ലോട്ട് പോകുന്നത്. സോ IVF-നെ കുറിച്ച് സംസാരിച്ചപ്പോൾ ലോക്ക്ഡൗണിന്റെ സമയത്ത് ഈ IVF കൺസെപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത പല ദമ്പതിമാരും
ഗർഭധാരണം കൺസീവ് ചെയ്തു എന്ന വാർത്ത പേപ്പറിലൊക്കെ കാണുന്നുണ്ടല്ലോ ഡോക്ടർ. ഇത് ശരിയാണോ? ഇതിന്റെ കാരണം എന്തായിരിക്കും? A very opt question. Interestingly, what we noticed in the data, as you can see in the newspaper article also, so the natural pregnancies were going up. Why? That is the self-explanatory thing. Because when the couple were together in the home, and there was a less amount of stress because they were working from home, and the fast-moving lifestyle, getting up early in the morning, running around, preparing yourself, preparing the others in the family, and അങ്ങനത്തെ സ്ട്രെസ് ഫാക്ടർ കുറയുമ്പോൾ വാട്ട് യു ഗെറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹോർമോണൽ റെസ്പോൺസ് ഓർ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം വിച്ച് ഇസ് opt, and mainly, as I told you, 10-15% of the time it is just a cohabitation problems which was not tackled, and so the conception rate was good. So that is one reason which was a blessing in disguise for them. So natural pregnancies. Other questions what we getting from the other parts of the world is ipo covid adukonda hospital varanda na parani ipo na pregnant ayi poyale prashnayano? Definitely not. You don't have to postpone your planning for pregnancy thinking that it is a pandemic, because even in this situation the hospital visits during pregnancy is reduced, and all the medical care which is necessary for the obstetrics is also given. Pregnancy idinu vendi nammal postpone cheyyanu definitely avashyamilla, anganathe oru pedi venda. Okay, so itrayana nammal summarize cheyyunnathu ennu parnal, infertility is most of the time having only a physiological condition which can be modified. Another 10-15% of the time only you need a higher end treatment. Otherwise small treatments will help you, and please take care of the lifestyle modifications what you can do to get it. Okay, idana nammal innu parayanullathu basically. ശരി ഡോക്ടർ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പം വന്ധ്യത ചികിത്സ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്ന ടോപ്പിക്കിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഡോക്ടർ ചൈത്ര ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇത്രയും നേരം ഇവിടെ ഞങ്ങളുമായി സഹകരിച്ചതിന് ഡോക്ടറിനോട് പ്രത്യേകം താങ്ക്സ് പറയുന്നു. അടുത്ത ദിവസം ഡോക്ടർ ലൂർദ് എന്ന പരിപാടിയിൽ യുവജനങ്ങളിലെ രക്തസമ്മർദ്ദം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ലൂർദ് ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സുമേഷ് ചാക്കോ ആണ്. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.